ഇത് നമ്മൾ മലേഷ്യൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുക. ശരി. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെഡിസിനും മലേഷ്യൻ്റെ ഇനാക്കുലമാണ്. ശരി. ഏകദേശം നമ്മളിത് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വ്യക്തമായ റിസൾട്ട് കിട്ടും. 6 മാസം എടുക്കും. 6 മാസം എടുക്കും. 6 മാസത്തിനുള്ളിൽ നമ്മളിത് പലയിടത്തും ചെയ്ത് വിജയിച്ച മരുന്നാണ്. ഇതിന് ശേഷം ഇത് ഏകദേശം ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹലോ, നമസ്തേ. ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആളുകളുടെയൊക്കെ വീടുകളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗുണ്ട്. നമുക്കൊക്കെ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർ പറയുന്നത്, നിങ്ങൾ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ വേണ്ടി ഇവിടെ പണം കായ്ക്കുന്ന മരങ്ങളൊന്നുമില്ലെന്ന്. സത്യമാണ്, ലോകത്തെങ്ങും അങ്ങനെ പണം കായ്ക്കുന്ന ഒരു മരമില്ല. എങ്കിൽ പോലും നമ്മൾ അല്പം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആദായം നേടിത്തരുന്ന ഒരു മരമുണ്ട്. ഊത് മരമാണത്. അതായത് അറേബ്യൻ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഊത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഊത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ്. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അധികം ആളുകളൊന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊത് കൃഷി ചെയ്യുന്നില്ല. അതേപോലെ ഊത് മരം നട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടത്തില്ല. അതിനുവേണ്ടി ചില പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത് ഊതായിട്ട് സുഗന്ധദ്രവ്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഊതുമരവും അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പത്തനംതിട്ട മുട്ടത്തോണ സ്വദേശി മുൻ പ്രവാസി കൂടിയായ PD വിശ്വേശ്വരൻ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഇതേപോലെ 2-3 ഊതുമരങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയും അതേപോലെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുകൂടാതെ നിങ്ങളോടൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ എവിടെയൊക്കെ റീച്ച് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. എൻ്റെ പേര് വിശ്വേശ്വരൻ എന്നാണ്. വീട്ടുപേര് പൂവക്കാട്ടിൽ, അതായത് എലവന്തിട്ടയ്ക്ക് അടുത്ത് മുട്ടത്തോണ എന്ന് പറയുന്ന സ്ഥലത്ത്, പത്തനംതിട്ട ജില്ലയിൽ. ഈ ഊത് ഞാൻ വെച്ചിട്ടുണ്ട് 20 വർഷത്തിൽ കൂടുതലായി. ഞാനിത് ഇന്ന് സൗദിയിലുള്ളപ്പം ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ അറബ്സൊക്കെ പറയാറുണ്ട്, ഊത് വാങ്ങിച്ചുകൊണ്ട് വരണം, കോഴിക്കോട് കിട്ടും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ പഴവളം പാസിൽ പോയപ്പോൾ 3-4 തൈ കിട്ടി, വാങ്ങിച്ചു വെച്ചു. അന്നൊന്നും ഇതിൻ്റെ പ്രാധാന്യം ഇത്രയും അറിയില്ലായിരുന്നു. ഇപ്പോൾ 20 വർഷത്തോളമായി. 2 മരം 3 എണ്ണം വെച്ച് 2 എണ്ണം പിടിച്ച് കിട്ടി. ഇപ്പോൾ അതിങ്ങനെ അത്ര എടുക്കാം ഇത് അങ്ങനെയുള്ള ഒരു പ്രോസസ്സിങ്ങിലാണ്. ഒരു പട്ടി കിടങ്ങനുള്ള ആളാണ്. ആൾ വന്നിട്ട് പ്രോസസ്സിങ് ചെയ്യാവുന്നുള്ള എഗ്രിമെൻറ്റിലെ എല്ലാം പ്രോസസ്സിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് പ്രോസസ്സിങ് 2-3 വർഷം എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ പ്രോസസ്സിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം 3 കൊല്ലം കഴിയാതെ 3 കൊല്ലം ടൈം വേണം. ഒരു ചെറിയ എഗ്രിമെൻ്റ് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ശരി. അപ്പോൾ ബാക്കി എക്സ്പെൻസ് എല്ലാം അവർ തന്നെയാണ്. പിന്നെ അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നട്ടതിന് ശേഷം എന്തെങ്കിലും പരിചരണം അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നു? ഞാനിതിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി കൃഷികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വളമൊക്കെ വലിച്ചുകൊണ്ട്. പിന്നെ ഒരു സമയം ഉണക്കാവുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. പക്ഷേ മഴ പെയ്യുമ്പോൾ തന്നെ ഇതിപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് എല്ലാം പൊഴിഞ്ഞു പോയതാണ്. പിന്നെ അത് കിളിച്ചു. ശരി. ഈ ഇലകളെല്ലാം തളുത്ത് തുടങ്ങി ആ 2 മരത്തേലും. പിന്നെ ഇടയ്ക്ക് പുഴു ഉണ്ടാകാറുണ്ട് സമയത്ത്, ഇലയിലെല്ലാം പുഴു. ശരി ശരി. അങ്ങനെ വന്ന് ഞങ്ങൾ വിചാരിച്ച് ഉണങ്ങുമായിരിക്കും പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ മഴ പെയ്യുമ്പോൾ അത് പിന്നെയും തളുത്ത് വരും. ശരി. അങ്ങനെ ആ ഒരു മരത്തേലാന്ന് കുരുമുളക് പൊടി പടന്ന് കിടക്കുമായിരുന്നു. നമ്മൾ ഇത്രയും വണ്ണം ഉദ്ദേശിച്ചില്ല. അപ്പോൾ വണ്ണം കുരുമുളകെല്ലാം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നോക്കിയപ്പോൾ നല്ല വണ്ണമുണ്ട്. ഇതിനും അത്യാവശ്യം ഏകദേശം എന്തോ സൈസ് വന്നിട്ടുണ്ട്? 60 ഇഞ്ച് അതിന് മേളിൽ പോയിട്ടുണ്ടോ? ആ ശരി. 65 മേ വരും. 20 വർഷം കൊണ്ട് ഇതാണെങ്കിലും വരും. നമ്മൾ സാധാരണ ഇതൊരു നമുക്കൊരു ഈ പ്രോസസ്സിങ്ങിനുള്ള സമയമാകാൻ എന്തോ പ്രായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും? ഇപ്പം ഇത് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ ഒരു 10 വർഷം കഴിയുമ്പം തുടങ്ങാവുന്ന. അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ ഒരാൾ 10-50 കൂടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് വെച്ചത്. ശരി ശരി. അപ്പം അനുഭവത്തിൽ അതിൻ്റെ ഗുണം എന്തുണ്ടെന്നൊക്കെ അറിഞ്ഞ ആൾക്കാർ ഇത് വെക്കാനുള്ള ചാൻസുകളുണ്ട്. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് പ്രോസസ്സിങ് ചെയ്യാവുന്ന. എന്നിട്ട് ഒരു 3 കൊല്ലം വെയിറ്റ് ചെയ്യണോ പ്രോസസ്സിങ് തുടങ്ങിയിട്ട്? അത് കഴിഞ്ഞിട്ട് 3 വർഷം 3 വർഷം എടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി ശരി. ഇപ്പം അങ്ങനെയുള്ള ഒരു ടേംസ് ആണ്. 3 വർഷത്തിന് മുമ്പേ. പിന്നെ ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും, പിന്നെ ഇതിൽ ഗ്രേഡ് അനുസരിച്ചായിരിക്കും എത്രയും വേഗം ഉണ്ടാകുന്നത്. ഇത് അവർ പറയുന്നത് നല്ല ഇനമാണ്. ഏതോ ഒരു പേര് പറയുന്നത് കേട്ടു. ശരി ശരി ശരി. ആ പറയുന്ന പുള്ളിക്കാരൻ സ്വന്തമായിട്ട് കുറേ വെച്ചിട്ടുണ്ട്. ശരി. 10,000 മൂട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം ഇപ്പം പറഞ്ഞ 6-7 വർഷമായിരുന്നല്ലോ. ശരി ശരി. അത് ഇപ്പം അവർക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ ഇവർ ഈ ഫീൽഡിലാണല്ലോ. അങ്ങനെ അവരിവിടെ വരുന്നതും ഈ മരം കണ്ടോണ്ടാ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 വർഷമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ കൃഷിയിലോട്ട് വരുന്നതാണ്. ഇവർ പറഞ്ഞ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് പ്രോസസ്സ് ചെയ്യാമെന്നാണ് പറഞ്ഞായിരിക്കും. ഇതിന്റെ വണ്ണം അനുസരിച്ചിരിക്കും. ശരി ശരി.
എങ്കിലും നമുക്ക് പിന്നെ ഈ പ്രോസസ്സിംഗ് തുടങ്ങിയിട്ട് പിന്നെ ഒരു 3 വർഷം വെയിറ്റ് ചെയ്യണ്ടേ? ഏകദേശം ഒരു 10-13 വർഷത്തിനുള്ളിലെന്നാ അവര് പറയുന്നത്. ഇതിപ്പോ അനുഭവത്തിൽ നമുക്ക് വന്നെങ്കിലേ അറിയത്തുള്ളൂ. അതെ. അപ്പൊ നമ്മളിപ്പോ പ്രോസസ്സിംഗ് തുടങ്ങി എല്ലാം കെമിക്കൽസ് എല്ലാം ചെയ്ത് ഇപ്പം അവർ പറയുന്നത് 2-3 വർഷത്തിനുള്ളിൽ അതിന്റെ ഫലം കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഈ ഊതിന്റെ തൈക്ക് ഇപ്പൊ എന്ത് വിലയുണ്ടെന്നറിയോ? ഇവര് പറയുന്നത് ഇപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട് 50 രൂപ. ഇവര് അന്ന് വാങ്ങിച്ചപ്പോഴും കണ്ട് ഇവര് വാങ്ങിച്ചു വെച്ചാൽ 150 രൂപ. 150. പക്ഷെ ഇപ്പൊ അത്രയൊന്നും ഇല്ലെന്നാണ് അവര് പറയുന്നത്. ഞാൻ കുറച്ച് തൈകളൂടെ വെക്കണമെന്ന് പ്ലാൻ ഉണ്ട്, നോക്കട്ടെ എന്താണെന്നുള്ളത്. അത്യാവശ്യം ഭൂമിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? ചെയ്യുന്നത് നല്ലതാണെന്നാണ് ശരി പറയുന്നത്. പിന്നെ അനുഭവത്തിൽ നമുക്കറിയാവില്ല എന്റെ ഗുണം എന്ന് മാത്രം. പിന്നെ ഇത് കുരുമുളക് കിട്ടപ്പോൾ അതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? വിളവ് എങ്ങനെ ഉണ്ടായിരുന്നു? കുരുമുളകൊന്നും കുഴപ്പമില്ല, നല്ലപോലെ ഉണ്ടായിരുന്നു. മരം കണ്ടോണ്ട് നമ്മൾ ഇട്ട് അത് കയറി പടന്നു, അത് കുരുമുളക് ഉണ്ട്. ഇപ്പൊ അതെല്ലാം വെട്ടിക്കളഞ്ഞല്ലോ. അതെ. എങ്കിലും നമുക്കൊരു ഏകദേശം 10 കൊല്ലത്തോളം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് ഇതെന്ന് വിളവെടുക്കാം. ശരി 10 വർഷത്തോളം. അത് കഴിയുമ്പോൾ നമ്മൾ ഇത് പ്രോസസ്സിംഗ് ടൈമിൽ ഇതെല്ലാം ഇത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അതെ. മരം കണ്ടില്ലേ, അതുപോലെ. അതെ. എങ്കിലും 10 വർഷത്തോളം നമുക്ക് കുരുമുളകിന്റെ ആദായം എടുക്കാം. കുരുമുളക് എടുക്കാം. പിന്നല്ലേ വേറെ അതിലെന്ത് പടന്ന് കയറുന്ന വല്ല ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ടില്ല. ഇവിടെ ഇടയ്ക്ക് മറ്റു കൃഷികളൊക്കെ ഉണ്ട്, വാഴ കൃഷി, പച്ചക്കറി ഉണ്ട്. അതിന്റെ വളങ്ങൾ വലിച്ചിട്ട് വലുതായതാ. ശരി. അല്ല ഞാൻ പക്ഷെ ഇപ്പൊ നടന്നവര് പ്രത്യേകിച്ച് അതിനായിട്ട് വളം ചാണകപ്പൊടി മറ്റ് ഇട്ടിട്ട് വലുതാക്കുന്നുണ്ട്, സൈസ് ആക്കുന്നുണ്ട്. ശരി. നമ്മളിതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല എന്ന് ചോദിച്ചാൽ അതിനിപ്പുറം എല്ലാം നമുക്ക് പിന്നെ വാഴ, ചേന, പിന്നെ അങ്ങനെയുള്ള അതുപോലെ പച്ചക്കറികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ വളം വലിച്ചത് വലുതായി. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു എന്തോ ഇങ്ങനെ വളം നീക്കുക, കാര്യം എന്തുവാണെന്നൊക്കെ പറഞ്ഞു. പലർക്കും ഇതൊക്കെ നടുന്നുണ്ട്, പക്ഷെ പ്രോസസ്സിങ്ങിനെ പറ്റി വലിയ ഐഡിയ ഒന്നും അറിയില്ല. ഊത് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. തടി കൊടുത്താൽ തടിക്കാട്ടാ കൊടുക്കുന്നത് എന്നൊക്കെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല. പക്ഷെ അത് ഇപ്പം നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. ഇനിയിപ്പം ഇതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അവർ അതിന്റെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുവാണ്, അതായി കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ അവർ പറഞ്ഞ ഇടയ്ക്ക് ചോട്ടിശാലം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്നോട് പറഞ്ഞു. ഇനി എത്ര നാൾ കൊണ്ട് ഇതിന്റെ മറ്റേ ഊതെന്നുള്ള സാധനം ആയി വരും എന്താണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാൻ വരുമല്ലോ. നമ്മുടെ അടുത്ത സ്ഥലമല്ലേ, ചെങ്ങന്നൂർക്ക് പോകുന്ന വഴിയല്ലേ കിടങ്ങുന്നത്. അതുകൊണ്ട് അവിടുന്ന് അവർ വന്ന് നോക്കാം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു വീഡിയോ ചെയ്യാം എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് അറിയാവില്ല എന്താണ്. അതെ. അപ്പോൾ ഈ ഊതുമരത്തിന്റെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഷ്റഫ് എന്നാണ്. അഷ്റഫ് അല്ലേ? എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? ഞാൻ കാസർഗോഡാണ്. ശരി. ഇത് ഞങ്ങൾ ഈ മെഡിസിൻ ഈ ടെക്നോളജി ഇനാക്കുലം ടെക്നോളജി ചെയ്യുന്നത് ABCD എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ABC എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മൾ മലേഷ്യൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെഡിസിനും മലേഷ്യൻ്റെ ഇനാക്കുലമാണ്. ഏകദേശം നമ്മളിത് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വ്യക്തമായ റിസൾട്ട് കിട്ടും. 6 മാസം എടുക്കും. 6 മാസത്തിനുള്ളിൽ നമ്മളിത് പലയിടത്തും ചെയ്ത് വിജയിച്ച മരുന്നാണ്. ഇതിന് ശേഷം ഇത് ഏകദേശം ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യം നല്ലപോലെ നമ്മളിതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മരുന്ന് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ഇത് ആദ്യം നമ്മൾ ഇത് മരത്തിൻ്റെ വലിപ്പവും ഹൈറ്റും അതിൻ്റെ പ്രായമെല്ലാം കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇത് എത്ര ഇഞ്ച് ഗ്യാപ്പ്, എത്ര ഇഞ്ച് എത്ര ദൂരത്തിൽ വേണം, എത്ര ഹൈറ്റിൽ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം 2 ഇഞ്ച് ഡീപ്പിൽ വരെ ഈ കണക്ടർ വെച്ച് അടിക്കുന്നതാണ്. 2 ഇഞ്ചാ? ശരി. അതൊരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ അടിച്ചിട്ട് അതിനുശേഷം ഈ പൈപ്പ് നമ്മൾ മരത്തിൻ്റെ പ്രായം അനുസരിച്ചിട്ടും അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഈ മരുന്ന് നമ്മൾ എത്ര ഡോസേജ് വേണമെന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നത്. ശരി. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അത് പ്രോസസ്സായി കൊടുത്തിട്ട് അത് ABC ആ സി എന്നുള്ള മേൽഭാഗത്തിൻ്റെ അത് 3 ആഴ്ചയ്ക്ക് ശേഷം 4 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും അത് ചെയ്യുക, ബാലൻസ് ചെയ്യുന്നത്. അത് എയും ബിയും ഇപ്പം ചെയ്യും. ശരി. ചൂട്ടിൽ നിന്നാണ് എ തുടങ്ങുന്നത്. ചൂട്ടിൽ നിന്നാണ് എ ചെയ്യുന്നത്. ചൂട്ടിൽ നിന്ന് എ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബി, സി ലാസ്റ്റ് ചെയ്യും. ശരി. ഇപ്പം നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഇനാക്കുലം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് നമ്മൾ ഇത് ഫുൾ ആക്കി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് വലിച്ചെടുക്കുന്നത്? ഒരു 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് വലിച്ചെടുക്കും. അതിനുശേഷം ഇത് റെട്ടൈറ്റ് സീൽ ചെയ്യും. ശരി. പിന്നെ അത് പൂർണ്ണമായിട്ട് വെള്ളം കയറാൻ പാടില്ല, ആ രീതിയിലേക്ക് ആക്കും. നമ്മൾ കെയർ ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എത്ര 3 മാസം എത്ര മാസം കഴിഞ്ഞിട്ട് ഇത് 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ശരി. ഇതിങ്ങനെ ചീകി നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് എത്രത്തോളം ഇത് ഫോം ആയിട്ടുള്ളതെന്ന്. ഇനി ഫോം ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം? ഇല്ല, ഇത് നമ്മളെ സംബന്ധിച്ചാൽ 100% ഇത്
സക്സസ് ആയിട്ടുള്ള ഒരു miracle-ആണ്. ശരി ശരി. അപ്പോൾ നമ്മളിത് ഫോം ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 2.5 കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാം. അതിൻ്റെ 3ാമത്തെ വർഷം വിളവെടുക്കുക അല്ലേ? അപ്പോൾ ഈ ഊതുമരത്തിൻ്റെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തുള്ള വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.